കെ ശ്രീമതിയോടുള്ള ഖേദപ്രകടനം ഔദാര്യമാണെന്ന ബി ഗോപാലകൃഷ്ണന്റെ വാദം പൊളിയുന്നു. കേസ് അവസാനിപ്പിച്ചത് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഖേദം പ്രകടിപ്പിക്കാമെന്ന ഉറപ്പിന്മേലെന്ന് ഒത്തുതീർപ്പ് രേഖയിൽ വ്യക്തമാകുന്നു. ഒത്തുതീർപ്പ് രേഖ റിപ്പോർട്ടറിന് ലഭിച്ചു. ഖേദപ്രകടനം തന്റെ ഔദാര്യമെന്നും ശ്രീമതിയുടെ മനോവിഷമം കണ്ടാണ് ഖേദപ്രകടനം നടത്തിയതെന്നുമാണ് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞത്. സ്ത്രീയുടെ കണ്ണുനീർ ഏത് കാരണവശാലും ഏത് രാഷ്ട്രീയ കാരണവശാലും വീഴാൻ പാടില്ല എന്ന് എന്നെ പഠിപ്പിച്ച രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രതിധ്വനിയാണ് എൻ്റെ ഖേദം. അത് കോടതി പറഞ്ഞിട്ടല്ല, ടീച്ചർ കരഞ്ഞുകൊണ്ടാണ് എന്നോട് പറഞ്ഞത്. അല്ലാതെ കേസുമില്ല, കേസ് നടത്തിയിട്ടുമില്ല, ഇതുവരെ കേസിൻ്റെ ഒരു പ്രൊസീഡിങ്സ് ആരംഭിച്ചിട്ടില്ല. ടീച്ചറുടെ വിഷമത്തിലാണ് ഞാൻ ഖേദം രേഖപ്പെടുത്തിയത്. അതൊരു അന്തസ്സായ രാഷ്ട്രീയത്തിൻ്റെ പ്രതിധ്വനിയായിട്ടാണ് ഞാൻ കാണുന്നത്. അത് ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ജെയ്സൺ ചാമുളപ്പിലും കൊച്ചിയിൽ നിന്ന് ലേബി സജീന്ദ്രനും നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം ജെയ്സൺ ചാമുളപ്പിലേക്ക്. ജെയ്സൺ ചാമുളപ്പിൽ ഫേസ്ബുക്കിലും അതോടൊപ്പം തന്നെ നമ്മളോടും ഇന്ന് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞത് അദ്ദേഹത്തിന് വ്യക്തിപരമായി അതിൽ ഒരു ഖേദപ്രകടനം നടത്തണമെന്ന് തോന്നി. അങ്ങനെ ഒരു രാഷ്ട്രീയ ഔന്നത്യത്തോടു കൂടിയുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത് എന്നാണ്. ഫേസ്ബുക്ക് കുറിപ്പിലും അങ്ങനെ തന്നെയാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ്? കെ ശ്രീമതി വിഷമിച്ചു, അവരുടെ ബന്ധുക്കളടക്കം അവരെ വലിയ രീതിയിൽ ഈ വിഷയത്തിൽ വേട്ടയാടി, അതിനെ ചൊല്ലിയാണ് പിന്നീട് ഇങ്ങനെ ഒരു ഖേദപ്രകടനം താൻ നടത്തിയത് എന്നൊക്കെയല്ലേ അദ്ദേഹം പറഞ്ഞു വെച്ചത്? സുജിയ, തീർച്ചയായും ബി ഗോപാലകൃഷ്ണൻ ഒരു വാട്സപ്പ് സന്ദേശം മുഖേന നമ്മെ അറിയിക്കും. പിന്നീട് ക്യാമറയ്ക്ക് മുന്നിൽ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. തന്നോട് കോടതി ആവശ്യപ്പെട്ട പ്രകാരമല്ല ഖേദപ്രകടനം നടത്തിയത്. കെ ശ്രീമതി നിരന്തരമായ ഒരു അഭ്യർത്ഥന കെ ശ്രീമതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അത് കരഞ്ഞുകൊണ്ട് പോലും കെ ശ്രീമതി തന്നോട് ഈ കാര്യത്തിൽ ഒരു മാപ്പപേക്ഷ നടത്തണമെന്ന അഭ്യർത്ഥന നടത്തി. അതും മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തണമെന്ന അഭ്യർത്ഥന നടത്തി. ഈ അഭ്യർത്ഥനയുടെ പശ്ചാത്തലത്തിലാണ് താൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഖേദപ്രകടനം നടത്തിയതെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ തൻ്റെ ബന്ധുക്കൾ, അടുത്ത സുഹൃത്തുക്കളെല്ലാം തന്നെ പരിഹസിക്കുന്നു, തന്നെ കളിയാക്കുന്നു. ഇതൊക്കെ തനിക്ക് സഹിക്കാനാകുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരമൊരു ഖേദപ്രകടനത്തിന് താൻ മുതിർന്നത്. കേസ് ഒരു രീതിയിലും മുന്നോട്ട് പോകില്ല. ഇനി കെ ശ്രീമതിക്ക് മരിച്ചാൽ പോലും കേസ് തീരില്ല. അത്രയേറെ സുപ്രീം കോടതി വരെ താൻ ഈ കേസിൽ പോകാൻ തയ്യാറായിരുന്നു. പക്ഷേ ഒരു സ്ത്രീ എന്ന നിലയിൽ ആ സ്ത്രീയുടെ കണ്ണീര് കാണാനുള്ള ശേഷി തനിക്കില്ലാത്തതുകൊണ്ട് രാഷ്ട്രീയത്തിനും അപ്പുറത്ത് ഒരു ഒത്തുതീർപ്പിന്, ഒരു ഖേദപ്രകടനത്തിന് താൻ തയ്യാറായി എന്നതാണ് പ്രധാനമായും ഗോപാലകൃഷ്ണൻ പറഞ്ഞു വെക്കുന്നത്. കോടതിയുടെ സമ്മർദ്ദം ഉണ്ടായിരുന്നില്ല, കോടതി ആവശ്യപ്പെട്ടിട്ടില്ല. എങ്കിലും രാഷ്ട്രീയമായ ഒരു അന്തസ്സ് ഉയർത്തുന്നതിന് ഒരു മാതൃകയാകാൻ താൻ ശ്രമിച്ചുവെന്നാണ് ഇന്ന് പറഞ്ഞു വെച്ചതിൻ്റെ ആകെപ്പൊരുൾ. സുജയ. ഓക്കെ, ലേബി സജീന്ദ്രൻ നമുക്കൊപ്പം ഉണ്ട്. ലേബി സജീന്ദ്രൻ, തനിക്ക് അങ്ങനെ പറയണമെന്ന് തോന്നി താൻ പറഞ്ഞുവെന്ന് ഗോപാലകൃഷ്ണൻ പറയുമ്പോൾ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെയാണോ കോടതിയിലെ ഒത്തുതീർപ്പ് രേഖയിൽ കാണാൻ കഴിയുന്നത്? ഈ രേഖയുടെ പകർപ്പ് പരിശോധിക്കുമ്പോൾ എന്താണ് ബോധ്യമാകുന്നത്? ലേബി സജീന്ദ്രൻ. സുജയ പാർവതി, അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ഇന്ന് നമ്മളോട് പ്രതികരിച്ചതിലും അതുപോലെ തന്നെ FBയിൽ പ്രതികരിച്ചതിലും നേരെ വിപരീതമായിട്ടാണ് ഒത്തുതീർപ്പ് രേഖയിൽ കാണാൻ സാധിക്കുന്നത്. ഈ ഒത്തുതീർപ്പ് രേഖയിൽ 2 ക്ലോസാണുള്ളത്. അതിലൊന്നാമത്തേത് മീഡിയ ഹൈക്കോടതി നിയോഗിച്ച മധ്യസ്ഥൻ മുൻപാകെ ഈ കേസ് ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് വരുന്നു. ഈ ഒത്തുതീർപ്പ് ചർച്ചയ്ക്കൊടുവിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ച് മാപ്പ് പറയുക എന്നുള്ള ക്ലോസാണ് ആദ്യത്തേത്. രണ്ടാമത്തേത് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. മാധ്യമങ്ങൾക്ക് മുന്നിൽ താഴെ വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് പരസ്യമായി മാപ്പ് പറഞ്ഞതിന് ശേഷം തിരികെ എത്തിയതിനു ശേഷം ചേർത്തിരിക്കുന്നതാണ് രണ്ടാമത്തെ ക്ലോസ്. അതിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഇത്തരത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഹൈക്കോടതി നിയോഗിച്ച മീഡിയേറ്റർ നിയോഗിച്ച നിർദ്ദേശമനുസരിച്ച് ഇത്തരത്തിൽ കൃത്യമായി മാപ്പ് പറഞ്ഞതിന് ശേഷം മടങ്ങി വന്ന് ഈ മാപ്പ് ബോധിച്ചതിന് ശേഷം കെ ശ്രീമതി ടീച്ചറുടെ അനുവാദത്തോടുകൂടി ഈ കേസ് സെറ്റിൽ ചെയ്യുന്നു എന്ന് വളരെ വ്യക്തമായി എഴുതിയിരിക്കുകയാണ്. ഈ 2 ക്ലോസിലും വളരെ വ്യക്തമാണ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് വാസ്തവവിരുദ്ധമാണ്. കോടതിയുടെ നിർദ്ദേശപ്രകാരം നിയോഗിച്ച മീഡിയേറ്ററിന്റെ നിർദ്ദേശാനുസരണം തന്നെ പരസ്യമായി മാപ്പ് പറയാനുള്ള നിർദ്ദേശമുണ്ട് ഒത്തുതീർപ്പ് രേഖയിൽ. ആ ഒത്തുതീർപ്പ് രേഖ പ്രകാരം പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് മാപ്പ് പറഞ്ഞതിന് ശേഷമാണ് ഈ രണ്ടാമത്തെ ക്ലോസ് വച്ചിരിക്കുന്നത്. അതായത് കേസ് ഒത്തുതീർപ്പാക്കുന്നു എന്നുള്ളത്. 2018 ജനുവരി 25-നാണ് ഇത്തരത്തിൽ അപകീർത്തികരമായ പ്രഖ്യാപനം പരാമർശം നടത്തിയെന്നുള്ള കേസ് വന്നത്. അതിനുശേഷം കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ കെ ശ്രീമതി കേസുമായി പോകുന്നു. അതേ തുടർന്നാണ് ഹൈക്കോടതിയിലേക്ക് ഈ കേസ് എത്തുന്നത്. ഹൈക്കോടതിയിൽ ഈ കേസ് എത്തിയതിന് ശേഷമാണ് ഇത്തരത്തിൽ മുഹമ്മദ് യൂസഫ്, മുൻ ജില്ലാ ജഡ്ജി കൂടിയാണ് അദ്ദേഹത്തെ ഇത്തരത്തിൽ മീഡിയേറ്ററായി ഹൈക്കോടതി നിയോഗിക്കുന്നത്. അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണം ഇന്നലെ വളരെ കൃത്യമായി നടന്ന നടപടിക്രമങ്ങളെയാണ് ഇപ്പോൾ ബി ഗോപാലകൃഷ്ണൻ തെറ്റായി ഇത്തരത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. സുജയ.